पंजाब में बड़ा को क्या बोलता है? ये ट्राई कर अच्छा लगेगा. आप देखते रहिए, मैं अभी आया. എന്താടാ ബാലേട്ടാ എന്താ ഉദ്ദേശം? ഒരുമാതിരി ചക്കക്കൂട്ടാൻ്റെ അടുത്ത് ഈച്ച പോയി നിൽക്കുന്ന പോലെ. എന്റെ ഇരട്ടപ്പേര് വിളിച്ചോണ്ടല്ലോ, ഈച്ച ബാലൻ ഈച്ച ബാലൻ ഈച്ച ബാലൻ കേട്ട് മടുത്തു. ബാലേട്ടാ, അതിഥി നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പെൺകുട്ടിയേ അല്ല. അയ്യോ, നീ വിചാരിച്ച പോലെ ആയിരിക്കില്ല, പക്ഷെ ഞാൻ വിചാരിച്ച പോലെ. അതല്ല, ഏതല്ല? അവൾക്ക് ഈ വായനോട്ടൊന്നും ഇഷ്ടല്ല കേട്ടോ. എനിക്കും ഇഷ്ടല്ല. അതിന് നിന്നോടാരാ പറഞ്ഞ ഞാൻ അവളെ വായി നോക്കുവാന്ന്? ഏതായി കമ്മ്യൂണിസ്റ്റ് ഈ ക്യൂടെക്സ് ആണോ? ആ വളയങ്ങടത്തേടി അങ്ങനെയല്ല, പക്ഷെ അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ടാ ചിലപ്പോൾ അവൾ പ്രതികരിക്കും. ബാലേട്ടന് ചിലപ്പോൾ അത് ഭയങ്കര വിഷമാവും. പ്രതികരിക്കണം. പെൺകുട്ടികളെ അങ്ങനെ തന്നെ വേണം. सॉरी बोल. सॉरी बोल. साले सॉरी बोल. सॉरी बोल. സോറി ബോൾ. ആശാനെ ഇവള് പറഞ്ഞിട്ട നമ്മടുത്ത് വന്നിട്ടാ. സോറി ബോൾ. ആശാനെ എന്റെ കൈ ധരിക്കണുണ്ടാ. സോറി ബോൾ. നീ എന്തൊരു പെടക്കലടി പെടക്കണത്? ഞാൻ കാല് പിടിക്കാണോ ദേവിയെ? ആശാനെ എന്റെ ആശാനെ നീ ഏതാടാ? എന്റെ നാട്ടിൽ വന്നിട്ട് എന്റെ വീട്ടിലെ പെണ്ണുങ്ങളുടെ കളി. നിന്റെ നാടോ? അച്ഛനെ കൈ ധരിക്കല്ലേ, കൊടുക്കട്ടെ. തീർന്നടാ, നീയൊക്കെ തീർന്നടാ. തീർന്നോ? ഇവൻ എന്നെ കൊച്ചിന്റെ വണ്ടി എടുത്തോണ്ട് പോകുന്നു. ഇവൻ എന്നെ കാണി. എന്താ ഇനിയും വേണോ? എന്റെ രണ്ടാനമ്മേ പൊന്നുമക്കളെ നേടി ടാപ്പ് ടാപ്പ് ടാപ്പ്. ശരി, ചോറിനിട്ട് വരാം. എന്തൊരടിയാണ് അവൾ അടിച്ചത്. സാക്ഷാൽ അന്ധകരണം പറിച്ചുപോയി. ഇത് സംഭവം കരാട്ടയാ. അവരുടെ മൂവ്മെന്റ് കണ്ടപ്പോഴേ എനിക്ക് സംഗതി പിടികിട്ടി. സംഭവം കുങ്ഫുവാ. ആണോ? എന്നാലേ ഇത് ഗുംഫും കരാട്ടി ഒന്നുമല്ല, ഇത് ഗുസ്തിയാ. സാക്ഷാൽ ഗാട്ടാ ഗുസ്തി. ഗുസ്തിയാ? പെണ്ണുങ്ങളാ ഗുസ്തി പിടിച്ചാൽ ആണുങ്ങളെ ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ? വത്സേട്ടൻ രാത്രി കള്ളും കുടിച്ചു വന്നാ എന്നും അടിയാ. നിന്നോടൊക്കെ പണ്ടേ പറഞ്ഞതല്ലേ ആ ക്യാപ്റ്റന്റെ അക്കാരെ പോയിട്ട് കുറച്ച് അടിയും തടയൊക്കെ പഠിക്കാൻ. എന്റെ വിജയേട്ടാ, അവൾ ഇവിടെ അടുത്താണ് പഠിക്കാൻ വന്നൊന്നല്ല. വീട്ടിൽ കല്യാണം ഉറപ്പിച്ചപ്പോൾ അവൾക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല. എടാ, പഞ്ചാബിൽ നിന്ന് കേരളത്തിലോട്ട് മാത്രം വഴിയുള്ളൂ. ഇവിടെ ഉള്ള ഫയൽവാന്മാർ കാരണം മുണ്ടഴിച്ചു വെച്ചിരിക്കുക. ഇനി പഞ്ചാബി ഫയൽവാനി കൂടി വന്നിട്ട് വേണം ഷട്ടി കൂടി വരാൻ. വിജയേട്ടാ വിജയേട്ട ഒരു 4-5 ദിവസം, അത് കഴിഞ്ഞ് അവളവിടെ 4-5 ദിവസവും? നീ ഒരൊറ്റ ദിവസം പോലും അവളെ ഇവിടെ നിർത്തരുത് എന്നല്ലേ കള്ളങ്ങൾ അവള് പറഞ്ഞത്? അവളാണോ കള്ളം പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ല, നീ പറഞ്ഞ. അവളെ അങ്ങനെ നീ പറയുന്ന പോലെ പെട്ടെന്ന് തിരിച്ചേക്കാനൊന്നും പറ്റത്തില്ല. എന്താ ഇങ്ങോട്ട് വന്ന ട്രെയിൻ അങ്ങോട്ട് പോകത്തില്ല? എടി, തിരിച്ചു എന്നാൽ അവളുടെ ബന്ധുക്കൾ അവളെ ഉപദ്രവിക്കും. നിനക്ക് ഈ ഉത്തരേന്ത്യക്കാരുടെ സ്വഭാവം അറിയാത്തോണ്ടാ. അഭിമാനത്തിന്റെ പേര് കൊല്ലാൻ പോലും മടിക്കാത്ത. കല്യാണത്തിന് ബന്ധുക്കളുടെ മുഖത്ത് കരിവാരി തേച്ചവളെ പിന്നെ എന്തോ ഉമ്മ വെക്കണോ? തുമ്മലിന് മരുന്ന് വാങ്ങണം. അല്ലെങ്കിൽ തന്നെ നാട്ടുകാരെന്ത് പറയും? എല്ലാരോടും കൂടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നാളെ രാവിലെ അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ട ചേരോട് മിണ്ടിയാച്ചാ മതി. മനസ്സിലായോ? എന്ത് കഴിച്ചാണോ കയറിപ്പിടി. പറഞ്ഞു വിടല്ലേ. എന്തായി തീരുമാനം? ഓള് നിക്കോ അതോ പോകോ? ഇപ്പൊ അറിയാം. ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും ഗോവിന്ദനായരെ. അതെന്താ? പെണ്ണ് പോകണ്ടില്ലേ സ്ലോ മോഷനിലേ? Kolhapur tournament will be our first priority. It's one of the major tournaments in the country. From now on, you will focus on basics and strengthening exercises. പിന്നെ രമേശും ഉണ്ടാവും സഹായത്തിന് അക്കാറിൽ.
ഇനിയിപ്പോ ഗുസ്തി പഠിക്കാൻ നാട്ടിൽ ആളെ കിട്ടാഞ്ഞിട്ട് ക്യാപ്റ്റൻ അങ്ങ് ബംഗാളിന്ന് ആളെ ഇറക്കിയിരിക്കോ? ബംഗാളി എന്നല്ല വത്സേട്ടാ, അങ്ങ് പഞ്ചാബിന്നാ എന്നൊക്കെ പറയണ്. എന്നാ പിന്നെ ഉറപ്പിച്ചോ, ഇത് പഞ്ചാബി പഠിക്കാൻ പോയ ദാസന്റെ ഏതോ സെറ്റപ്പാ. നിർത്താടി, ഒരെണ്ണല്ലേ ആയിട്ടുള്ളൂ, ഒരു 2 മൂന്ന് കൂടെ ആയിക്കോട്ടെ, എന്നിട്ട് നിർത്താം. ഭയങ്കരിയ പെണ്ണ് ഭയങ്കരിയ, കണ്ടാലോ പ്രിയങ്കരിയ പെണ്ണ് പ്രിയങ്കരിയ. അതിനൊരു ഡെവലപ്ഡ് റെസ്ലറാണ്, സമ്മതിച്ചു. പക്ഷേ ട്രെയിനിങ് പാർട്ട്ണർ ഇല്ലാതെ മാച്ച് പ്രാക്ടീസ് ഒക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും? ഒരാളെ കിട്ടിയാൽ മതി, ബേസിക്സ് അറിയുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ. ഭയങ്കരിയ പെണ്ണ് ഭയങ്കരിയ, കണ്ടാലോ പ്രിയങ്കരിയ പെണ്ണ് പ്രിയങ്കരിയ. പണ്ട് അവൾ കുറച്ച് ഗുസ്തി പഠിച്ചതിന്റെ ഗുണം ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ക്യാപ്റ്റനായിട്ട് അവളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഗുസ്തിയെ പൊടി തട്ടിയെടുത്ത എന്റെ പൊടി പോലും കിട്ടൂല. അതുകൊണ്ട് തൽക്കാലം ക്യാപ്റ്റൻ പോ. ഭീഷണിയല്ല, അപേക്ഷയാണ്. ഇല്ല, എനിക്ക് പറ്റില്ല. അയ്യോ എൻ്റെ മോൾ അതിന് ഗുസ്തിയൊന്നും പിടിക്കണ്ട, ചുമ്മാ ആ ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിന്നാൽ മതി. അച്ഛൻ ഗുസ്തി പിടിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അങ്ങ് പാകിസ്ഥാനിൽ കിടക്കുന്ന ഗുസ്തിക്കാരൻ ലെങ്കോട്ടിയുടെ കളർ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം. സ്വന്തം കൊച്ചിന് ആസ്മയുള്ള കാര്യം അറിയത്തില്ല. ആസ്മയോ? അടിപൊളി. നിനക്ക് ആസ്മയുണ്ടോ മോളെ? കണ്ടാലൊരു റാണി കൊണ്ടാൽ പോകണ ത്രാണി, ആണും തോക്കണമേ നീ ഇവളോ സംഭവനാരി. अप्पू ने बताया था कि आप में से कुछ लोग बचपन में कुश्ती खेले थे. It would be great if you all can come back and help me. കുട്ടോ, കുട്ടിക്ക് ക്യാഷിന്റെ എന്താ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നണ്ടാ? എനിക്ക് കേട്ടിട്ട് അങ്ങനെ തോന്നിയതാ. बालेटा प्लीज. പ്ലീസാ. ഇപ്പൊ എന്താ ചെയ്യണത്? എൻ്റെ അടുത്ത് ക്യാഷ് ഒന്നുമില്ല. बाय. എന്താണ് പറഞ്ഞത്? എന്താടാ ഒരിളക്കം? എന്ത് പിന്നെ നമ്മുടെ ഗുസ്തിക്ക് സഹായിക്കാവൂന്ന്? അത് ശരി, അതിന് വന്നതാണ്. കണ്ടാലൊരു റാണി കൊണ്ടാൽ പോകണ ത്രാണി, ആണും തോക്കണമേ നീ ഇവളോ സംഭവനാരി. എന്താടാ എല്ലാരും? ഗുഡ് മോർണിംഗ്. ഗുസ്തി പഠിക്കാനായിട്ട് ജോയിൻ ചെയ്യാൻ. ഒരു പെണ്ണ് വന്ന് കയറിയപ്പോഴേ നിനക്കൊക്കെ ഗുസ്തി പഠിക്കണം അല്ലടാ? അതല്ല, ഓള് ക്ലബിൽ വന്ന് കൈയും കാലും പിടിച്ചിട്ട് വയറും കുറയ്ക്കുക, ഓളം കൂടെ ഗുസ്തി പിടിക്കാന്ന് പറഞ്ഞിട്ട് വന്ന. വയറാണ് മെയിൻ. വയറ് കുറയ്ക്കാൻ കുറച്ച് ദിവസം പുറത്തു കൂടെ ഒന്ന് ഓട്, എന്നിട്ട് തീരുമാനിക്കാം അകത്താക്കണോ പുറത്താക്കണോ എന്ന്. ഓളെ പുറത്ത് കൂടിയാ? ഇതാ ഞാൻ പറഞ്ഞു, നിന്നെ അകത്ത് കയറ്റാൻ പറ്റില്ലെന്ന്. ഈ ഷെഡിന്റെ ഷെഡോ? ഷെഡല്ല, നീ ഒരു കാര്യം ചെയ്യും, ഒരു 10 തവണ ഈ പൂഴിയിൽ അക്കാറാന്ന് എഴുതി പഠിക്കും, എന്നിട്ട് തുടങ്ങിയാൽ മതി. ഓ, ഈ പൂഴി എഴുതി പഠിക്കാട്ടാ. ആഞ്ജനേയ സ്വാമി.